നമസ്കാരം, ഷെർലീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷമാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടിയുള്ള ഒരു വലിയൊരു ന്യൂ ഇയർ ആഘോഷമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആഘോഷത്തിനുള്ള കേക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ കാണിക്കുന്നത് നിങ്ങൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വാ. ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ച് ഇതാണ് ഞാൻ ഇത് കേക്കിൻ്റെ ലെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ കോമ്പൗണ്ടാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ബേസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു വലിയ കേക്കാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് സിറപ്പ് ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം വെച്ച് ഓരോ പീസ് വെച്ചാണ് റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഘടന ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് ഇത് ഓരോ ലെയർ വെച്ച് ഇട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് വെട്ടിയെടുക്കുന്നത്. നിങ്ങൾ തമ്മിലിൽ കണ്ടു കാണുമല്ലോ, അതേ രീതിയിൽ തന്നെ സാന്റാക്ലോസിൻ്റെ മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യമില്ലാത്ത വശങ്ങളൊക്കെ കുറച്ച് വെട്ടി മാറ്റിയിട്ടാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കുന്നത്. ഇനി കേക്കിൻ്റെ മേളിലേക്ക് ഞാനൊരു കമ്പി കുത്തി ഇറക്കുകയാണ്. കാര്യം നമ്മൾ ഇത് ലെയർ ആയിട്ടാണല്ലോ വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ക്രീം തേച്ച് കഴിയുമ്പോൾ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഞാൻ ബട്ടർ ക്രീം തേച്ച് നല്ലോണം കൊടുക്കണമല്ലോ. നമ്മൾ തേച്ച് വരുമ്പോൾ ഇത് തെന്നി ഒരു സൈഡിലേക്ക് എങ്ങോട്ടെങ്കിലും തെന്നിപ്പോകും. അപ്പോൾ നമ്മുടെ ഉദ്ദേശമനുസരിച്ച് സാധനം വരത്തില്ല. അതുകൊണ്ടാണ് ഇത് വെച്ചത്. പിന്നെ വേണ്ടെങ്കിൽ നമുക്കിത് കഴിയുമ്പോൾ മാറ്റി ഇത് വെക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. മോഡലിൻ ചോക്ലേറ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ക്ലേ ഇല്ല, അതേ മെത്തേഡിൽ തന്നെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഇടും. പിന്നെ ബട്ടർ ക്രീം തേച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടണം. നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ സമയം ഇരിക്കേണ്ടതൊക്കെ കൊണ്ടാണ് ഞാൻ ബട്ടർ ക്രീം തേച്ചത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് പിടിച്ചാൽ തന്നെ നല്ലൊരു ഉറപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഉദ്ദേശം അനുസരിച്ചുള്ള ഡിസൈനൊന്നും വരുത്താൻ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ബട്ടർ ക്രീം തേച്ചത്.
മോഡലും ചോക്ലേറ്റ് വെച്ച് നമുക്ക് നല്ല ഡിസൈനൊക്കെ ചെയ്യാം. നല്ല കളർ, നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഒരു ബ്രഷൊക്കെ വെച്ച് നല്ല ഡിസൈനും വരുത്തി നമ്മുടെ മനസ്സിലെ ഭാവന ഏതാണോ ആ രീതിയിൽ നമുക്ക് നല്ലോണം ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ വേറെ രീതിയിൽ വെക്കണമെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. സാന്റാക്ലോസിൻ്റെ ഫിനിഷിംഗ് ടച്ചായിട്ട് കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് നല്ലോണം എന്നിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ വരുത്തി, ആ താടിയൊക്കെ വരുത്തേണ്ട ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചുവപ്പ് ക്രീമുണ്ട്, അതുകൂടി എടുത്ത് നല്ലോണം ഡിസൈനൊക്കെ കൊടുത്ത് ആ തൊപ്പിയുടെ ആ കളറൊക്കെ വരുത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പോകണേ. അപ്പോൾ ഞങ്ങളുടെ കേക്ക് മുറിച്ചിട്ടുണ്ട്. കേക്ക് മുറിച്ച് ഞാൻ എൻ്റെ അമ്മച്ചിക്ക് ഒരു പീസ് കൊടുക്കുകയാണ്. വിളിച്ചാ വരത്തില്ല, നാണക്കേട്. പീസ് പീസാക്ക്, ഒരു പീസാക്ക്. അവള് കാശുണ്ടാക്കണമെന്ന് മഞ്ജു. കേക്കൊക്കെ മുറിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ്, ഓരോ പീസ് വെച്ചേ. അത് ഗണപതിക്കുള്ള നോക്ക്. മുത്തിൻ്റെ പീസ് എടുത്തു. ഇത് കൊച്ചു എന്നാണ് ചെറുതായിപ്പോയി തന്നപ്പോൾ. ബലൂന് കിട്ടിയ മോനെ, ഒന്ന് തിന്നട മോനെ. ഞങ്ങളുടെ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു, അതിൻ്റെ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻ്റ് അറിയിക്കണം. ഈ വീഡിയോ ചെയ്തതിന്, ഈ കേക്കിൻ്റെ വീഡിയോ ക്രീമൊക്കെ ചെയ്തതിന് ഒരു പ്രത്യേക ഒരു ലൈക്ക് ആവശ്യമാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ.